സംഭവം ഇപ്പോഴാണ് ഗുമ്മായത് ശരിക്കും. കാരണം എന്താ അറിയോ, നമ്മളെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സീരീസ് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് മാച്ചിൽ ജയിച്ച ജയം തന്നെ ജയിച്ചു, നന്നായിട്ട് തന്നെയാണ് കളിച്ച് ജയിച്ചത്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ജയിച്ചതാണ് ശരിക്ക് ജയിക്കേണ്ട കളി. അങ്ങനെയാണ് നമ്മൾ ജയിക്കേണ്ടത്. കാരണം നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ആ ഒരു കരുത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ആ ഒരു ബാറ്റിംഗ് ഓർഡേഴ്സിലാണെങ്കിലും ആ ബാറ്റ്സ്മാൻമാരിലാണെങ്കിലും അവരൊക്കെ എത്രത്തോളം കാലിബറാണ്, എത്രത്തോളം അടിക്കാൻ പറ്റുന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയാണ് ജയിക്കേണ്ടതുള്ളത്. അതാണ് ഇന്നലെ കാണാൻ പറ്റിയത്. 170 റൺസിന്റെ ഒരു ബിഗ് വിൻ അഫ്ഗാനിസ്ഥാനെതിരെ. രണ്ടാമത്തെ മാച്ച് ജയിച്ചതോടുകൂടി 2-0 എന്നുള്ളൊരു സംഭവം സീരീസ് നമ്മൾ ഏകദേശം ലോക്ക് ചെയ്ത് തന്നെ വേണം പറയാം. ഇനിയിപ്പോൾ അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കളിക്കുക, വേണമെങ്കിൽ ഒന്നും കൂടി ജയിച്ച് തൂത്തുവാരുക പരമ്പര. അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം ഉള്ളത്. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു വിഷമമുണ്ട്. കാരണം 49.5 ഓവറിൽ 402 റൺസിന് ഓൾ ഔട്ടായി. ഓൾ ഔട്ട് എന്നുള്ളൊരു സാധനം കൂടി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ പൊളിയായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, അഫ്ഗാനിസ്ഥാനെതിരെയാണ് കളിക്കുന്നത്. ശുഭങ്കിൽ 154 റൺസ് എടുത്തുണ്ടായിരുന്നു. അതുപോലെ 125 റൺസ് എടുത്ത് നമ്മളെ ഇഷാൻ കിഷൻ ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മ ആണെങ്കിൽ 48 റൺസാണ്. ഈ പ്ലേയേഴ്സിനെ കൂടാണ്ട് വേറെ പ്ലേയേഴ്സ് ഒന്നും വലിയ രീതിയിൽ ഫോം ആയില്ല. ടോപ്പ് ഓർഡേഴ്സിൽ കുറച്ച് പേരും കൂടി ഒരു 4-5 പേര് നല്ല രീതിയിൽ കളിച്ചൊരു 4 വിക്കറ്റിനൊക്കെ 402 എന്നുള്ളൊരു സ്കോർ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്നൊരു എന്നുള്ള അറിയില്ലേ, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിനൊരു ഡീസൻസി കീപ്പ് ചെയ്യാറില്ല. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണല്ലോ. ആ ഒരു ബ്രാൻഡ് കാണിക്കുന്ന അതേപോലെ ഒന്ന് ആ ഒരു 4 വിക്കറ്റ് 402 അല്ലെങ്കിൽ 5 വിക്കറ്റ് 402 ഒക്കെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായതിനെ. ബാക്കിയുള്ള പ്ലേയേഴ്സും കൂടി ഒന്ന് ഫോം ആയിരുന്നെങ്കിൽ. അപ്പോൾ എന്തായാലും എല്ലാ മാച്ചും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സിലുള്ള ഓരോ മാച്ചസ് അങ്ങനെ തന്നെയാണ്. കാരണം സ്പോർട്സിൽ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് തെങ്ങ് എന്തായിരിക്കും എന്നുള്ളത് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിന് ടോസ് കിട്ടിയിട്ടും ഇന്ത്യയെ പറഞ്ഞയച്ചാണ് അവരുടെ ആദ്യത്തെ മിസ്റ്റേക്ക്. വേണമെങ്കിൽ ആദ്യം ഒന്ന് ബാറ്റൊക്കെ ചെയ്ത് ഒന്ന് പ്രഷറൊക്കെ കൊടുക്കായിരുന്നു, കുറച്ച് റൺസൊക്കെ അടിച്ചിട്ട്. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു സംഭവം നടക്കാത്തത് തന്നെ ഇന്ത്യയുടെ തുടക്കം ജയ്സ്വാൽ ഫോം ആയില്ല. പക്ഷെ അതിനുശേഷം പിന്നെ രോഹിത് ശർമ്മയുടെ ഒരു വെടിക്കെട്ടായിരുന്നു. 39 ബോളിൽ 48 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ശുഭ്മൻ ഗില്ലും നല്ല അടിയായിരുന്നു. 154 റൺസ് 110 ബോൾ അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 79 ബോളിലാണ് നമ്മുടെ ഇഷാൻ കിഷൻ 125 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടിലം പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ ശ്രേയസ് അയ്യർ കുറച്ചേരൊന്ന് പൊരുതുന്നു, 23-26 റൺസ്. പക്ഷെ വേറെ ആരും അത്ര വലിയൊരു പിന്നീട് അങ്ങോട്ട് സ്കോർ എത്തിയില്ല. കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് ഫോം ആയിട്ട് നമ്മുടെ KL രാഹുൽ ഇത്തവണ ഡക്കായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ മാച്ച് 402 അതും ഒരു ബോൾ ബാക്കി നിൽക്കെ ഓൾ ഔട്ട് ആയിട്ട് അങ്ങോട്ട് അവസാനിക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ കരോട്ടയായിരുന്നു. 4 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആള് 10 ഓവർ സ്പെല്ല് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു എക്കണോമിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ അഫ്ഗാനിസ്ഥാന്റെ മജീഷ്യൻ റാഷിദ് ഖാൻ എക്കണോമിക്കലായിട്ട് പിടിച്ചുകൊണ്ട് തന്നെ 3 വിക്കറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഗസൽ ഫറും സലീമും ഓരോ വിക്കറ്റുകൾ വീതം എടുക്കുകയും ചെയ്തു.